കൊമ്പിന്റെ മിക്സാണ്. കൊമ്പ് ഫസ്റ്റിൽ ഉണ്ടാക്കാനുള്ള മിക്സാണ് അത്, മണ്ണ്. അതിങ്ങനെ അതില് കളിമണ്ണും ഈ ചാണകമൊക്കെ ചേർത്ത് മിക്സായിട്ട് അരച്ച് പാകപ്പെടുത്തി എടുത്തുള്ള മിക്സാണത്. അതുകൊണ്ടാണ് ഫസ്റ്റിലത്തെ അതിന് ഭാഗങ്ങൾ അച്ചുണ്ടാക്കുക. ഇതിങ്ങനെ പാകപ്പെടുത്തി എടുത്തിട്ടുള്ള മണ്ണാണ്. അരച്ചിട്ട് നല്ലോണം സ്മൂത്തായിട്ട് അരച്ച് എടുത്തിട്ടുള്ള മണ്ണാണ്. കളിമണ്ണാണ് അതിൽ മെയിനായിട്ട് ചേർക്കുക. കളിമണ്ണും ചാണകവും പിന്നെ ഒരു കറുത്ത മണ്ണും കൂടി ഉണ്ട്. അങ്ങനെ 2-3 സൈസ് മിക്സഡാണിത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് ഡൈ ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കാനുള്ള മണ്ണ്. എന്നിട്ട് ആ ഫസ്റ്റ് കൊമ്പ് വേണ്ടിയിട്ട് ഇങ്ങനെ 3 പീസ് കമ്പി വേണം. 3 എണ്ണം. അതിലാണ് ഇതിന്റെ ഡൈ ഉണ്ടാക്കുക. ഇതിന്റെ ഫസ്റ്റ് ഡൈ വരുന്ന കമ്പിയാണ് ഇത് വരുന്നത്. ഇതിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന അതാണ്. ആവശ്യമായിട്ടുള്ള മണ്ണ് അതിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ കൊമ്പിന്റെ ഉള്ളിൽ നമ്മൾ ആ കമ്പി വെച്ചിട്ട് ഫിനിഷ് ചെയ്തതാണ് ഇപ്പൊ കാണുന്നത് അല്ലേ? ഇത് ഉണങ്ങി വരാൻ എത്ര ടൈം എടുക്കും? ഇത് 2 ദിവസമൊക്കെ, നല്ല വെയിലുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ വരും. അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കാനും പറ്റില്ല. ചെറിയ വെയിലിൽ വെച്ച് ഉണങ്ങി നമ്മള് ഉണക്കാൻ വെച്ചൊരു ഭാഗങ്ങളാണ് 3 ഡൈ ആയിട്ടുള്ളത്. കൊമ്പിന്റെ മാതൃകയായിട്ട് വരുന്നത് ഇതാണ്. നമ്മൾ ഉണക്കിയെടുത്തിട്ടുള്ള ഭാഗമാണ്, മിനുസാക്കി എടുത്തത് അല്ലേ? അതിങ്ങനെ ഇതിന്റെ അളവ് കറക്റ്റ് എങ്ങനെയാണ് വരിക, അതിന്റെ അളവുള്ളൂ. അതാണ് ഈ കൊമ്പിന്റെ മാതൃക വരുന്നത്. ഉണക്കിയെടുത്ത ഭാഗമാണത്. ഇതൊക്കെ ജോയിന്റ് ആയിട്ട് നമ്മള് 3 പീസാണ് ഇത് വരുന്നത്. ഇതിപ്പോ അതിന്റെ ഉണങ്ങിയ ഭാഗമാണ്. ഇനി ഇതിനെ ഫിനിഷ് ചെയ്ത് എടുക്കണം. നല്ല നൈസായ മണ്ണ് ഇതുമ്മ കയറ്റിയിട്ട് മിനുസാക്കി എടുക്കും. മിനുസാക്കി എടുത്തിട്ടാണ് അതാണ് മെഴു പിടിച്ച ഭാഗമാണ്. അതിന്റെ മുകളില് എന്താ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്? അത് ആണി വെച്ചിരിക്കുന്നത്.